പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, ഇൻഡെക്സ് നമ്പറിലെ ഒരു പുതിയ ടോപ്പിക്കാണ്. ഈ ടോപ്പിക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇൻഡെക്സ് നമ്പർ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ, നമ്മളൊരു ഇൻഡെക്സ് നമ്പർ മേക്ക് ചെയ്യുമ്പോൾ അതിലുള്ള അൺവെയ്റ്റഡ് ആയിട്ടുള്ള മെത്തേഡിലെ ഒന്നാമത്തെ മെത്തേഡും രണ്ടാമത്തെ മെത്തേഡുമാണ് നമ്മൾ പറയുന്നത്. രണ്ട് മെത്തേഡാണുള്ളത്. ഒന്നാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് സിമ്പിൾ ആഗ്രിഗേറ്റീവ് മെത്തേഡ്. ഒന്നാമത്തെ മെത്തേഡ് സിമ്പിൾ ആഗ്രിഗേറ്റീവ് മെത്തേഡ്. രണ്ടാമത്തെ മെത്തേഡ് സിമ്പിൾ ആവറേജ് ഓഫ് പ്രൈസ് റിലേറ്റീവ് മെത്തേഡ്. ഇത് രണ്ടുമാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഒന്നാമത്തെ മെത്തേഡ് എന്താണെന്ന് നോക്കാം. ഇതിൽ അൺവെയ്റ്റഡ് ഇൻഡീസസ് ആണ്. അതുകൊണ്ട് തന്നെ ക്വാണ്ടിറ്റി ഇത് മെഷർ ചെയ്യുമ്പോൾ എടുക്കില്ല. ഇൻഡെക്സ് നമ്പർ മെഷർ ചെയ്യുമ്പോൾ പ്രൈസും ക്വാണ്ടിറ്റിയാണ് എടുക്കാറുള്ളത്. ഇവിടെ നമ്മൾ ക്വാണ്ടിറ്റി എടുക്കില്ല. അതുകൊണ്ടാണ് സിമ്പിൾ ആഗ്രിഗേറ്റീവ് മെത്തേഡ് അൺവെയ്റ്റഡ് ഇൻഡീസസ് ആയത്. സിമ്പിൾ ആഗ്രിഗേറ്റീവ് മെത്തേഡ് ഈസ് എ ബേസിക് ആൻഡ് സ്ട്രൈറ്റ് ഫോർവേഡ് മെത്തേഡ് ഫോർ കൺസ്ട്രക്ടിങ് ഇൻഡെക്സ് നമ്പർ. ബേസിക് ആയിട്ടുള്ള സ്ട്രൈറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. ഇറ്റ് കമ്പേഴ്സ് ദ ടോട്ടൽ പ്രൈസ് ഓഫ് സെലക്ടഡ് ഐറ്റംസ് ഇൻ ദ കറന്റ് ഇയർ വിത്ത് ദെയർ ടോട്ടൽ പ്രൈസ് ഇൻ ദ ബേസ് ഇയർ. ഇതിൽ നമ്മൾ ചെയ്യുന്നത് കറന്റ് ഇയർ പ്രൈസിന്റെ ടോട്ടലും ബേസ് ഇയർ പ്രൈസിന്റെ ടോട്ടലും അത് കമ്പയർ ചെയ്തുകൊണ്ടാണ് ഇത് മെഷർ ചെയ്യുന്നത്. ഓക്കെ, ബേസ് ഇയർ എന്ന് പറയുമ്പോൾ നമ്മൾ ഇൻഡെക്സ് നമ്പർ പറഞ്ഞപ്പോൾ പറഞ്ഞിട്ടുണ്ടാവും, ബേസ് ഇയർ നമ്മൾ ഏത് ഒരു ഇയറിനെ ബേസ് ചെയ്തിട്ടാണോ നമ്മൾ ഇപ്പോഴത്തെ കറന്റ് ഇയറിലെ പ്രൈസിൽ വന്നിട്ടുള്ള മാറ്റം നമ്മൾ മെഷർ ചെയ്യുന്നത്, അതിനെ ബേസ് ഇയർ എന്ന് പറയാം. നമ്മൾ ബേസ് ഇയറിലെ പ്രൈസിന് നമ്മൾ P0 എന്ന് പറയും. P0 എന്ന് പറയും. കറന്റ് ഇയർ പ്രൈസിന് നമ്മൾ P1 എന്ന് പറയും. അപ്പോൾ സിഗ്മ P1 കറന്റ് ഇയർ പ്രൈസിന്റെ ടോട്ടൽ ഡിവൈഡഡ് ബൈ ബേസ് ഇയർ പ്രൈസ് ഇൻറ്റു 100. ടോട്ടൽ ഓഫ് കറന്റ് ഇയർ പ്രൈസസ് ഓഫ് വേരിയസ് കമ്മോഡിറ്റി, ടോട്ടൽ ഓഫ് ബേസ് ഇയർ പ്രൈസ് ഓഫ് വേരിയസ് കമ്മോഡിറ്റി. ഓക്കെ, ഇനി ഇതിന്റെ നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയി എടുക്കുമ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഗ്രൂപ്പ് ഓഫ് കമ്മോഡിറ്റി എടുക്കും, അതിന്റെ ബേസ് ഇയറിലെ പ്രൈസും കറന്റ് ഇയർ പ്രൈസും എടുക്കും. എന്നിട്ട് എന്ത് ചെയ്യും, ആഡ് ദ പ്രൈസ് ഓഫ് ആൾ കമ്മോഡിറ്റി സെപ്പറേറ്റ്ലി ഫോർ ബോത്ത് ഇയർ. കറന്റ് ഇയറിന്റെ ടോട്ടൽ പ്രൈസും എടുക്കും, ബേസ് ഇയറിന്റെ ടോട്ടൽ പ്രൈസും എടുക്കും. എന്നിട്ട് എന്ത് ചെയ്യും, കറന്റ് ഇയർ പ്രൈസിൽ നിന്ന് ടോട്ടൽ ബേസ് ഇയർ പ്രൈസ് ഡിവൈഡ് ചെയ്യും. എന്നിട്ട് 100 കൊണ്ട് ഇൻറ്റു ചെയ്യും. ഇവിടെ നമുക്ക് കാണാം പ്രൈസ് ഓഫ് 2020, പ്രൈസ് ഓഫ് 2024. ഇവിടെ നമ്മൾ കമ്പയർ ചെയ്യുന്നത് 24ലെ പ്രൈസ് 20 പ്രൈസ് ആയിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. അപ്പൊ എന്തേ, കറന്റ് ഇയർ പ്രൈസ് ഏതൊക്കെയാണ്, 25, 35, 55. ബേസ് ഇയർ പ്രൈസ് 20, 30, 50. എന്നിട്ട് എന്ത് ചെയ്ത് ഇത് രണ്ടിനെയും ടോട്ടൽ എടുത്തു. സിഗ്മ P1 115 ഇവിടെ കാണാം. സിഗ്മ P0 100 ആണ്, സോറി 100 ആണ്. ഇവിടെ ടൈപ്പ് ചെയ്തിട്ടുള്ള മിസ്റ്റേക്ക് ആണ്. ഓക്കെ, 100. അപ്പോൾ 115 ഡിവൈഡ് ബൈ 100 ഇൻറ്റു 100 115. ഇതിന് അർത്ഥം എന്ന് പറയുന്നത് 2020 അപേക്ഷിച്ച് 2024 ജനറൽ പ്രൈസ് ലെവലിൽ 15% വർധനവ് ഉണ്ടായിട്ടുണ്ട്. ബേസ് ഇയർ നമ്മൾ 100 ആണ്, കറന്റ് ഇയറിൽ എത്തിയപ്പോൾ എന്തായി 115 ആയിട്ട്. അപ്പൊ 15% ഇൻക്രീസ് ഉണ്ടായത് എന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി ഇതിന്റെ ലിമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇഗ്നോർസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഡിഫറെന്റ് ഐറ്റംസ്. ഇവിടെ ഓരോ ഐറ്റംസിനും ഓരോ ഇമ്പോർട്ടൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഓരോ ഐറ്റത്തിന്റെ വെയിറ്റ് ഇവിടെ എടുക്കുന്നില്ല, അത് ഇഗ്നോർ ചെയ്യുന്നതാണ് ഒന്നാമത്തെ ലിമിറ്റേഷൻ. റിസൾട്ട് മേ ബി മിസ്ലീഡിംഗ് ഓഫ് ഹൈ പ്രൈസ്ഡ് ഐറ്റംസ് ഡോമിനേറ്റ്. ചില കമ്മോഡിറ്റി ഹൈ പ്രൈസ്ഡ് ഐറ്റം ഉണ്ടെങ്കിൽ അത് ഡോമിനേറ്റ് ചെയ്യും, അതുകൊണ്ട് തന്നെ റിസൾട്ട് മിസ്ലീഡ് ചെയ്യും. നോട്ട് സൂട്ടബിൾ ഇഫ് ദ കമ്മോഡിറ്റി ഹാവ് വെരി ഡിഫറെന്റ് പ്രൈസ് ലെവൽ. ഡിഫറെന്റ് പ്രൈസ് ലെവലുള്ള കമ്മോഡിറ്റി ആണെങ്കിൽ ഇത് സൂട്ടബിൾ ആയിട്ടുള്ള ഒരു മെത്തേഡ് അല്ല എന്നാണ് പറയുന്നത്. രണ്ടാമത്തെ മെത്തേഡിലേക്ക് അടുക്കാണ് സിമ്പിൾ ആവറേജ് ഓഫ് പ്രൈസ് റിലേറ്റീവ് മെത്തേഡ്. ഇതിലും ക്വാണ്ടിറ്റി എടുക്കുന്നില്ല. We first find price relative for each commodity, which is the percentage change in the price of commodity compared to base year price. കഴിഞ്ഞാൽ പെർസെന്റേജ് ചേഞ്ച് ആണ് നമ്മൾ എടുത്തതെങ്കിൽ ഇവിടെ നമ്മൾ എടുക്കുന്ന ആവറേജ് ഓഫ് ഓൾ ദിസ് ഇൻഡിവിജ്വൽ പെർസെന്റേജ് ടു കൺസ്ട്രക്ട് ദ ഇൻഡെക്സ് നമ്പർ. ഇതിന്റെ ഓരോന്നിന്റെയും ആവറേജ് എടുക്കും. അതിന് നമ്മൾ ആദ്യം പ്രൈസ് റിലേറ്റീവ് കാണും. പ്രൈസ് റിലേറ്റീവ് എന്ന് പറയുന്നത് P, പ്രൈസ് റിലേറ്റീവ് P കാണല് ഓരോ വർഷത്തെയും പ്രൈസ് എടുക്കും. അതിലെ കറന്റ് ഇയർ പ്രൈസ് ഡിവൈഡഡ് ബൈ ബേസ് ഇയർ പ്രൈസ്, കറന്റ് ഇയർ പ്രൈസ് ഡിവൈഡഡ് ബൈ ബേസ് ഇയർ പ്രൈസ് ഇൻറ്റു 100. അപ്പൊ നമുക്ക് കിട്ടുന്ന എത്ര, P1 ഡിവൈഡ് ബൈ P0 എന്ന് നമുക്ക് കിട്ടി. അങ്ങനെ നമുക്ക് കിട്ടിയിട്ട് P1 ഡിവൈഡ് ബൈ P0 ഇൻറ്റു 100, അതാണ് P. അതിന്റെ ടോട്ടൽ എടുക്കും. അതിന് നമ്മൾ സിഗ്മ P ഡിവൈഡഡ് ബൈ N, നമ്പർ ഓഫ് ഐറ്റംസ്. ഇവിടെ നോക്കാം, ബേസ് ഇയർ പ്രൈസ് 20 ആണ്, കറന്റ് ഇയർ പ്രൈസ് 30 ആണ്. നമ്മൾ ആദ്യം P കാണാം. P നമ്മൾ പ്രൈസ് റിലേറ്റീവ് എന്ന് പറയും. P കാണാനുള്ള ഇക്വേഷൻ P1 ഡിവൈഡ് ബൈ P0 ഇൻറ്റു 100, 30 ഡിവൈഡ് ബൈ 20 ഇൻറ്റു 100, 150. അടുത്തത് B എന്ന കമ്മോഡിറ്റിൻ്റെത്
50 ഡിവൈഡ് ബൈ 40 ഇൻറ്റു 100 125. സി എന്ന കമ്മോഡിറ്റി 55 ഡിവൈഡ് ബൈ 50 ഇൻറ്റു 100 സിക്കൽ 110. അങ്ങനെ അതിന്റെ ടോട്ടൽ എടുത്തു. അതിനെ നമ്മൾ സിഗ്മ പി എന്ന് പറയും. ഇത് നമ്മൾ ചെയ്യുന്നത് കറന്റ് ഇയർ പ്രൈസ് ഡിവൈഡഡ് ബൈ ബേസ് ഇയർ പ്രൈസ് ഇൻറ്റു 100. അപ്പൊ അതിന്റെ ടോട്ടൽ 385 കിട്ടി. സിഗ്മ പി ഡിവൈഡ് ബൈ എൻ സിക്കൽ 385 ഡിവൈഡ് ബൈ 3 കൊണ്ട് നമ്മൾ ഹരിക്കുന്നു. അപ്പൊ നമുക്ക് വാല്യൂ കിട്ടുക 28.33%. ബേസ് ഇയറിനെ അപേക്ഷിച്ചിട്ട് നമുക്ക് കിട്ടിയ പ്രൈസ് ലെവലിലുള്ള മാറ്റം എന്ന് പറയുന്നത് 128 ഇതിന്റെ വാല്യൂ കിട്ടുക. ഇതിന്റെ വാല്യൂ 128 ഇതിന്റെ വാല്യൂ 128.33 വാല്യൂ. അതിനെ നമ്മൾ ഇതാക്കുമ്പോൾ 28.33 ബേസ് ഇയറിനെ കമ്പയർ ചെയ്യുമ്പോൾ കറന്റ് ഇയറിലെ പ്രൈസിൽ വന്നിട്ടുള്ള മാറ്റം എന്ന് പറയുന്നത്. ഇതിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് വെരി സിമ്പിൾ ആൻഡ് ക്വിക്ക് ടു കാൽക്കുലേറ്റ്. വളരെ ഈസിയാണ്, പെട്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഈസി ടു അണ്ടർ, നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും, ഈസി ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. യൂസ്ഫുൾ വെൻ വെയിറ്റ് ആർ നോട്ട് അവൈലബിൾ. വെയിറ്റ് അവൈലബിൾ അല്ലെങ്കിൽ ഇത് യൂസ്ഫുൾ ആണ്. ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ അസ്യൂം ഈക്വൽ ഇമ്പോർട്ടൻസ് ഫോർ ആൾ കമ്മോഡിറ്റി. എല്ലാ കമ്മോഡിറ്റിക്കും ഈക്വൽ ഇമ്പോർട്ടൻസ് ആയിരിക്കും. മേ ബി മിസ്ലീഡിംഗ് ഓഫ് ഐറ്റംസ് വെരി ഗ്രേറ്റ്ലി ഇൻ യൂസേജ് ഓർ പ്രൈസ്. എന്ത് ചെയ്യും, ഇത് മിസ്ലീഡിങ്ങിലേക്ക് നയിക്കാനുള്ള കാര്യമുണ്ട്. അതിന്റെ യൂസേജും അതിന്റെ പ്രൈസിന്റെ അടിസ്ഥാനത്തിൽ അത് വേരിന്റെ ഓരോ കമ്മോഡിറ്റിയും. അതുകൊണ്ട് തന്നെ ഇത് മിസ്ലീഡിംഗ് അതൊന്നും ഇതിൽ മെഷർ ചെയ്യാം. നോട്ട് വെരി അക്യുറേറ്റ് ഫോർ റിയൽ വേൾഡ് എക്കണോമിക് അനാലിസിസ്. റിയൽ വേൾഡ് എക്കണോമിക് അനാലിസിസിൽ ഇത് അക്യുറേറ്റ് ആയിരിക്കണം എന്നില്ല. ഓക്കെ, ഇത്രയാണ് നമ്മൾ പറഞ്ഞത്. ഇവിടെ നമ്മൾ മെഷർ ചെയ്യുന്നത് വെയിറ്റ് എടുക്കാതെയാണ് നമ്മൾ മെഷർ ചെയ്യുന്നത് എന്നതാണ് ഇതിന്റെ പ്രത്യേകത. ഓക്കെ, താങ്ക് യു.